തേച്ച് നന്നായിട്ട് തേച്ചിട്ടുണ്ട്. കഞ്ഞി മുക്കി തേച്ചല്ലേ? പിന്നെ അത് കണ്ടാൽ ഒരു ചുളുക്ക് പോലുള്ള തേച്ചേക്കുന്നത്. പിന്നെ എന്തിനാ ആ പെണ്ണിനെ വഴക്ക് പറയാം? നല്ലോണം തേച്ചില്ല പെണ്ണ്. പിന്നെ ഇതിനെ വിളിച്ച് ചോദിക്കുന്ന തേച്ചില്ലേ എന്ന്. തേച്ച് നല്ലോണം തേച്ചിട്ടുണ്ട്. എന്റെ തുണി തേച്ച കാര്യമല്ല പറഞ്ഞത്. പിന്നെ 15 വർഷം പ്രണയിച്ച അവൾ എന്നെ തേച്ചിട്ട് പോയി. 15 വർഷമായിട്ട് പ്രണയമായിരുന്നു. നിങ്ങൾ കേൾക്കണം, 15 വർഷമായിട്ട് ഞാൻ പ്രണയിക്കുകയായിരുന്നു. ഇന്ന് അവളുടെ വിവാഹമാണ്. ആ കോളടിച്ചല്ലേ ഇന്ന് പായസം കൊണ്ട് ഉണ്ണാല്ലോ ഇന്ന്. പൂക്കടക്കാരെ, അവളുടെ വിവാഹ സമ്മതമായി ഇതിൽ നിന്നൊരു പനിനീർ പുഷ്പം ഞാൻ കൊടുക്കും. എന്താണ് അതിന്റെ വില? ഇത് കച്ചവടത്തിന് വെച്ചെന്ന പൂവെന്നല്ലേ ഇത്? പിന്നെ തന്റെ ചെവി വെക്കാൻ വെച്ചേക്കാണ്. അത് ചെമ്പരത്തി പൂ. ഇത് റോസ് അല്ലേ? ചെമ്പരത്തി കിട്ടുമ്പോ തരാം. ഇതിന്റെ ചെവി വെച്ചോണ്ട് നടക്കാം. പറ്റൂ. നിങ്ങൾക്കറിയാമോ, 15 വർഷമായി പവിത്രമായ പ്രണയമായിരുന്നു. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയുക, ആങ്ങളെ എന്റെ കല്യാണത്തിന് വരണമെന്ന്. എപ്പോഴാണ് ഞാൻ അവൾക്ക് ആങ്ങളയായത്? ഇപ്പോഴും ഞാൻ അവൾക്ക് ആങ്ങളയായി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം, ഞാൻ അവൾക്ക് സൂപ്പർമാൻ ആയിരുന്നു. സൂപ്പർമാൻ പറക്കുമായിരുന്നല്ലേ? കല്യാണം കഴിഞ്ഞ് എടുത്തോണ്ട് പറക്കാൻ ഇരുന്നതാണ് ഞാൻ. പക്ഷെ നടത്തിയില്ലല്ലോ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ജെന്റിൽമാൻ ആയിരുന്നു അവൾക്ക്. ജെന്റിൽമാൻ. വിവാഹ അഭ്യർത്ഥനയുമായിട്ട് ചെന്നപ്പോൾ ഞാൻ അവൾക്ക് ഡോബർമാനായി. എങ്ങനെ സഹിക്കും? നിങ്ങളൊന്ന് പറ, എങ്ങനെ സഹിക്കും? അപ്പൊ നിങ്ങൾ ഈ പ്രേമിച്ച സമയത്ത് എനിക്കൊന്നും ഈ പെൺകുട്ടിക്ക് ഒന്നും മേടിച്ചു കൊടുത്ത് കാണില്ല. ആര് പറഞ്ഞു? ഒരുപാട് സാധനങ്ങൾ. അതല്ലേ ഞാൻ പറഞ്ഞത്, തേച്ച് ഫുൾ തേച്ച് തന്നെ അവളെ ഒരുപാട് കാശ് കൊണ്ടുപോയി തിന്നെ. ഒരുപാട് കാശ് തിന്നു. പക്ഷേ എല്ലാത്തിന്റെയും ബില്ല് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിപ്പുണ്ട്. ആണല്ലേ? കല്യാണത്തിന് മുമ്പ് ഞാനത് മേടിച്ചിരിക്കും. ബില്ലുണ്ടെങ്കിൽ പിന്നെ വിഷയമല്ല. കെട്ടുന്നവരെ കൊടുത്താൽ മതി. അവന്റെ മേടിക്കാം. നമുക്ക് വിഷയമില്ലല്ലോ. ഭീഷണിപ്പെടുത്താം. ആ പെൺകുട്ടി നിങ്ങൾക്കൊന്നും തന്നിട്ടില്ലേ? ഒരുപാട്. എനിക്ക് ഒരുപാട് സംഭവം ആ കുട്ടി തന്നിട്ടുണ്ട്. ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബില്ല് ആ കുട്ടിയുടെ കാണും. ഇല്ല, ബില്ലില്ല. അതെന്ത്? ഞാൻ ക്യാഷ് ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ ഈ പ്രേമത്തിന് ഭയങ്കര പൈസ ചെലവൊക്കെയാണ്. പിന്നെ പ്രേമത്തിന് പൈസ ചെലവില്ലയോ? ഈ പ്രേമവും മെഡിക്കൽ സ്റ്റോറിൽ ഇരിക്കുന്ന മരുന്നും ഒരുപോലെയാണ്. അതെന്താ മനസ്സിലായില്ല? കാശ് പോകുന്നത് അറിയത്തേ ഇല്ല. ഈ പെണ്ണിന്റെ പേരെന്താണ്? രമ. എരുമയല്ല സുഹൃത്തെ, രമ. ഇനിഷ്യലാണ് രമ. അതെ. അപ്പൊ എന്തായാലും ഇന്ന് പെൺകുട്ടിയുടെ കല്യാണമല്ലേ? ഈ കുട്ടി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് പറയാലോ, ചേട്ടാ ഇതുപോലെ ഒന്ന് കരഞ്ഞു. ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. അനാവശ്യം പറയരുത്. അങ്ങനെയൊന്നും ഫോട്ടോ ഒന്നും തരുന്ന ടീമല്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ തറവാട്ടിൽ പറഞ്ഞ പെണ്ണാണ്. അങ്ങനെ ഫോട്ടോ ഒന്നും അയച്ചു തരില്ല. വീഡിയോ വേണേ തരാം. വീഡിയോ ഉണ്ടോ? കല്യാണ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് 1.5 ആഴ്ച കഴിയും. അയ്യോ, അതിനൊന്നും എഡിറ്റ് ഒരു സമയം എടുക്കത്തില്ല. ഈ എരുമക്കുടി രമ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. മാല പോലെ ക്ലിപ്പിംഗ്സ് ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ ക്ലിപ്പിംഗ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അറിയോ? അല്ല, ഈ ഇങ്ങനെ നിരാശരായിട്ട് പിന്നെ കവിതയൊക്കെ എഴുതിയില്ലേ നടക്കത്തുള്ളൂ. അതെ, നിരാശ കാമുകന്മാർ താടിയൊക്കെ ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ടല്ലേ? ഇത് ഇത്രയാക്കണം എനിക്ക്. ഇപ്പൊ കല്യാണം നടക്കുന്ന കുട്ടിയില്ലേ, ആ കുട്ടിയുടെ കുഞ്ഞിന് 10 വയസ്സാകുമ്പോൾ മിക്കവാറും തറയിൽ കിടന്ന് എഴയും. നിങ്ങൾ കവിതയൊക്കെ എഴുതുമോ? ഞാന് കവിത എഴുതുമെന്ന് ചോദിച്ചാൽ ഇതുവരെ എഴുതിയിട്ടില്ല. പക്ഷേ ഭാവനയുണ്ട്. പക്ഷെ അത് പേപ്പറിലോട്ട് ആക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എഴുത്തും വായന അറിഞ്ഞൂടെ? അങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ഞാൻ ആരാണെന്ന് അറിയാമോ? നിരാശകാമുകൻ. അതല്ല. പിന്നെ എന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? എന്താണ്? ഞാൻ ഡബിൾ എം എ ആണ്. ഡബിൾ എം എ മലയാളം. ഡബിൾ എം എ ആണ്. ശരിയാ. അപ്പൊ വിദ്യാഭ്യാസം കണ്ടാണ് പെണ്ണ് ഇഷ്ടപ്പെട്ടതല്ലേ? അല്ല, പിന്നെ എന്റെ സ്വഭാവം. സൗന്ദര്യം കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വഭാവം മാറിയ ഭയങ്കര സുന്ദരനിരിക്കുന്നു. അതപ്പോട്ടെ. ഇത് ഇങ്ങനെ ഈ 15 വർഷമായിട്ട് ഇങ്ങനെ പ്രേമിച്ച് ഇങ്ങനെ ഇത്തള് പറ്റി പോലെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോയെന്താ? തേച്ച് പോയെന്താണ്? എനിക്കറിയാൻ വയ്യേ. ഇതെന്താണ്? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എനിക്ക് ഒരു ഇങ്ങനെ കിടന്ന് മോങ്ങുമായിരിക്കും അതിന്റെ മുന്നിൽ കിടന്ന്. അതായിരിക്കും. കഴിഞ്ഞ മാസം എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ ഞാനൊരു ലെറ്റർ കൊടുത്തു വിട്ടു അവൾക്ക്. അവളത് വായിച്ചു കൊടുത്തിട്ട് തിരിച്ചു തന്നു. അവന്റെ കൊടുത്തു വിട്ടു. ഇന്ന് കല്യാണം അവനുമായിട്ടാണെന്ന് ഇങ്ങനെ കേൾക്കുന്നു. അടിപൊളി.
അവനുമായിട്ടാണ് കല്യാണം എന്ന് കേൾക്കുന്നത്. അതെന്താ അങ്ങനെ പറ്റിയത്? എന്താണ് എനിക്കറിയത്തില്ല, ഇവൻ എന്ത് ചെയ്ത് മയക്കെടുത്ത് എന്റെ പെണ്ണിനെ എന്ന് ഞാൻ ആലോചിക്കും. ആ ലെറ്റർ കൈ ഉണ്ടോ? ലെറ്ററിലുണ്ട്, അത് തലയണയുടെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതെന്നെടുത്ത് ഞാൻ നോക്കട്ടെ. മറക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. ഇങ്ങോട്ട് തന്നെ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. എന്താ? പുരുഷന്മാര് വായിക്കാൻ പറ്റില്ല ഇത്. അതെന്താ അത്രയ്ക്ക് അസഭ്യങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്? ഞാൻ കേട്ടോ. പിന്നെന്താണ്? അതാണോ ഉദ്ദേശിച്ചത്? പിന്നെന്താ നമുക്ക് വായിക്കാൻ പറ്റത്തില്ലെന്ന്? ഇത് സ്ത്രീകൾ അവർക്ക് മനസ്സിലാകുന്ന അവരുടെ മനസ്സ് മാറുന്ന രീതിയിലുള്ള സ്ത്രീയുണ്ട്. സ്ത്രീയെ കൊണ്ട് വായിക്കാം. സ്ത്രീകൾക്ക് മനസ്സിലാകുന്ന ഭാഷ, സാഹിത്യ ഭാഷയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ വായിക്കാം ചേട്ടാ. അത് ശരിയാവൂ? കുഴപ്പമില്ല. എന്താ പ്രശ്നം? എന്തായാലും ആ കുട്ടി വായിച്ചാണല്ലോ. ചിലപ്പോ മനസ്സ് മാറിയാലോ. അതാണ്. എന്റെ മനസ്സ് മാറിയാലും കുഴപ്പമില്ല, ചേട്ടന് ഇപ്പൊ ഫ്രീ ആണല്ലോ. അയ്യോ, അങ്ങനൊന്നുമില്ല. ഞാൻ അവളുടെ ഓർമ്മയിൽ ജീവിക്കാനാണ് ഇനിയുള്ള കാലം. ഓ ശരി, എന്തായാലും ലെറ്റർ തരൂ. അവളുടെ ഓർമ്മയിൽ ജീവിക്കാൻ എന്തായാലും വായിച്ചോളൂ. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ. പ്രിയമുള്ളവളെ, നിനക്കു വേണ്ടി ഇനിയും പുഷ്പോപഹാരം. മമ്മൂക്കായുടെ ജീവിതത്തിലോ? ഈ കത്താര് തന്നത്? മമ്മൂക്കായുടെ ജീവിതത്തിൽ. അല്ല, ഇതാരാ കത്ത് തന്നാരാണ്? നിങ്ങള് എവിടെ നോക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ മമ്മൂക്കയുടെ ജീവിതം വായിക്കാൻ പഠിക്കേ. നിന്നെക്കാളും ഉപ്പേരി. ഉപ്പേരിയാ? ഉപ്പേരി കല്യാണത്തിനല്ലേ? എവിടെ? നിന്നെക്കാളും നേരത്തെ അറിഞ്ഞ എന്താണ്? നിന്നേക്കാളും ഉപരി. ഡബിൾ എം അല്ലേ? അപ്പൊ അങ്ങനെ വരും കേട്ടോ. പേനയുടെ മിസ്റ്റേക്ക് ആയിരിക്കും. പേന എനിക്ക് സ്നഗ്ഗി വേണം. അയ്യേ, ഇത് അങ്ങനെ ആരാ ഇതിനകത്ത് എഴുതിയത്? നാണല്ലേ നിങ്ങക്ക്? ഇതെന്തത്? നിന്നെക്കാള് ഉപരി എന്നെ സ്നേഹിക്കണമെന്നാണ്. സ്നേഹിക്കണം എന്നായിരുന്നോ? ആൾക്കാരുടെ മുമ്പിട്ട് നാറ്റിക്കാതെ മര്യാദക്ക് വായിക്കാതെ. നമ്മുടെ പ്രമാണം എഴുതി വെക്കണം. എല്ലാം നല്ല പ്ലാനിങ്ങിലായിരുന്നു. നമ്മുടെ പ്രമാണം എഴുതി വെക്കണം. ഇതൊക്കെ നേരത്തെ പറയൂ ആരെങ്കിലും? പ്രമാണം എഴുതി വെക്കണമെന്ന് ആര് പറഞ്ഞത്? ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, നമ്മുടെ പ്രമാണം എഴുതി വെക്കണം. അങ്ങനെയല്ലത്. താളിയോലകളിൽ നമ്മുടെ പ്രണയം എഴുതി വെക്കണം. അങ്ങനെ എഴുതിയത്. ചുമ്മാ അതല്ല പ്രണയം ചതലെടുത്ത് പോയെ. ഇരപഴങ്ങഞ്ഞിപ്പുഴ കടലക്കറിയുമായി. ഭക്ഷണപ്രിയനാണ്. കടലക്കറിയുടെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട് ലെറ്ററില്. അയ്യോ, അത് അങ്ങനല്ല. പഴങ്ങഞ്ഞി കടലക്കറി. നാണം കെടുത്തുകയാണല്ലോ. ഇരവിഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ നിന്നാണ്. അതാണ് അത് കറക്റ്റ് വായിക്കത്. ആണെങ്കില് കുളത്തൂരമ എന്റേതാണ്. മനസ്സിലായിപ്പോ? ഇരവിഴിഞ്ഞിപ്പുഴ അറബിക്കടലിലാണെങ്കിൽ ആ രമ എന്റേതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ഇത്ര മനോഹരമായ ഈ കത്ത് വായിച്ചിട്ടാണ് അവളെ തേച്ചിട്ട് പോയത്. അതാണ് അവളായതുകൊണ്ട് നിങ്ങളെ കളഞ്ഞിട്ടേ പോകുള്ളൂ. ഞാനങ്ങനെ കർണത്തിന് അടിയും കൂടെ തന്നിട്ടേ പോകുള്ളൂ. ഡബിൾ എം എന്ന് പറയുന്നത് വയസ്സാം കാലത്ത് പ്രേമിക്കാൻ നടക്കുന്നു. അതെ, ആ കുട്ടിയുടെ കല്യാണം എത്ര മണിക്കാണ് മുഹൂർത്തം? 10-നും 10:30-ക്കും ഇടയ്ക്കാം. ഇപ്പൊ 9:45. ഇപ്പം ചെന്നാൽ കെട്ടും കാണാം, ഊണും കഴിക്കാം. അതാ നല്ലത്. നീ കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം.